ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ സമരം നടത്തുന്ന എനർജി ആയിട്ട് മാറും. അപ്പോൾ അവരുടെ ജീവിതഗതി ഒന്ന്, പേഴ്സണാലിറ്റി ഒന്ന്, അവരെത്തിച്ചേരേണ്ട ഒരു സ്ഥലം അവരുടെ അത് വേറെയാണ്. അത് ഈ പേഴ്സണാലിറ്റി വെച്ച് കഴിഞ്ഞാൽ അവിടെ എത്തൂ എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഒരു ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ. സുനീഷ് തമ്പാൻ സർ, നമസ്കാരം. ABC മലയാളം ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. താങ്ക് യു. ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അതിൻ്റെ തീയതി, വർഷം, ഇതൊക്കെ ഒരാളുടെ ഭാവി നിർണ്ണയിക്കാൻ പറ്റുമോ? തീർച്ചയായും. അതുതന്നെയാണ് ന്യൂമറോളജിയുടെ ബേസ് ആയിട്ടുള്ള കാര്യം. ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്തിനനുസരിച്ചിട്ടാണ് അവരുടെ എനർജി കണ്ടുപിടിക്കുക. അപ്പം അതിൽ പ്രധാനപ്പെട്ട 3 നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് പേഴ്സണാലിറ്റി നമ്പർ, ലൈഫ് പാത്ത് നമ്പർ, നെയിം നമ്പറാണ്. അപ്പോൾ ഈ 3ൻ്റെയും ഒരു കോമ്പിനേഷനാണ് അവരുടെ ലൈഫ് എന്നാണ് നമ്മുടെ ന്യൂമറോളജി പറയുന്നത്. അപ്പോൾ ഈ പേഴ്സണാലിറ്റി നമ്പർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാളുടെ പേഴ്സണാലിറ്റി, വ്യക്തിത്വം, അത് തന്നെയാണ് നമുക്കതിൽ തന്നെ പറയാൻ വേണ്ടി പറ്റുക. അതായത് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞൊരു കാര്യമാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുകയാണെങ്കിൽ, ഇപ്പം 1-ാം തീയതി ജനിച്ചവർ, 10-ാം തീയതി ജനിച്ചവർ, 28-ാം തീയതി ജനിച്ചവർ, 19-ാം തീയതി ജനിച്ചവർ, ഇതൊക്കെ 1 എന്ന പേഴ്സണാലിറ്റിയാണ്. അതായത് 19 പറഞ്ഞു കഴിഞ്ഞാൽ 1 + 9 10 എന്ന് വരും. 10 പറഞ്ഞാൽ 1 + 0 1 എന്ന് പറയും. അപ്പോൾ പേഴ്സണാലിറ്റി 1. അതുപോലെ തന്നെയാണ് 2ൻ്റെത്. 2 പറഞ്ഞു കഴിഞ്ഞാൽ 2-ാം തീയതി ജനിച്ചവർ, 11-ാം തീയതി ജനിച്ചവർ, 20-ാം തീയതി ജനിച്ചവർ, 29-ാം തീയതി ജനിച്ചവർ, ഇതൊക്കെ 2ൻ്റെ എനർജി. അത് പിന്നെ ചന്ദ്രനെ പ്രതിനിധീകരിക്കുന്നു. അപ്പോൾ ഇത് ഓരോന്നിനും വിശദീകരിച്ചിട്ട് പോകാനുണ്ട്. ഇപ്പോൾ ഈ 1-ാം തീയതി ജനിച്ചവരുടെ എനർജിയും 10-ാം തീയതി ജനിച്ചവരുടെ എനർജിയും ചെറിയ ഡിഫറൻസ് ഉണ്ട്. അതുപോലെ അത് ഡീറ്റെയിൽ ആയിട്ട് പോകുമ്പോഴേ നമുക്കത് പഠിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതുപോലെ 2ൻ്റെതാണെങ്കിൽ 2-ാം തീയതി ജനിച്ചവർ, 20-ാം തീയതി ജനിച്ചവർ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 20 എന്ന ഒരു സംഖ്യ, ആദ്യത്തെ 2 എന്നത് കലാകാരന്മാരുടെ എനർജിയൊക്കെയാണ് 2നെ പൊതുവെ പറയാം. അപ്പോൾ 20ലേക്ക് വരുമ്പോൾ അത് ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ സമരം നടത്തുന്ന എനർജി ആയിട്ട് മാറും. അതുപോലെ സമരത്തിന് ശേഷമുള്ള വലിയ ശാന്തത, അല്ലെങ്കിൽ കൊടുങ്കാറ്റിന് ശേഷമുള്ള വലിയ ഒരു ശാന്തത പോലെയൊക്കെയാണ് ഈ എനർജീനെ പറയുക 20 എന്നുള്ളത്. അപ്പോൾ ഓരോ നമ്പറിനും അവരുടെ എനർജീനെ സ്വാധീനിക്കുന്നുണ്ട്. അത് പിന്നെ മാസമായാലും പിന്നെ വർഷമായാലും എല്ലാം അവരുടെ ജീവിത പാത, അതായത് ഒരു ജീവിതത്തിനെ മൊത്തം നമ്മൾ കാൽക്കുലേഷൻ ചെയ്യും. അതിനെ 4 ഭാഗങ്ങളായി തിരിക്കും. അതായത് ഏകദേശം 1 മുതൽ 36 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടവും, 36-ന് ശേഷം ഒരു 9 ആഡ് ചെയ്യുമ്പോൾ 45 വർഷം വരെയുള്ള ഒരു കാലവും, 45-ന് ശേഷം ഒരു 54 വർഷം വരെയുള്ള ഒരു കാലഘട്ടം, അതിനുശേഷം അവരുടെ ജനന സമയം മുഴുവൻ ഉള്ള ഒരു കാലഘട്ടം. ഇതുപോലെ 4 സമയങ്ങളായിട്ട് ഒരു ജീവിതത്തിനെ മൊത്തം കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഈ ഡേറ്റ് ഓഫ് ബർത്തിനനുസരിച്ചിട്ടാണ്. ഈ ഡേറ്റ് ഓഫ് ബർത്തിനനുസരിച്ചിട്ട് തന്നെയാണ് ഒരാളുടെ വർഷം എങ്ങനെയാണ് പറയുന്നത്, ഒരാളുടെ മാസം എങ്ങനെയാണ് പറയുന്നത്, ഇതൊക്കെ ചെയ്യുന്നത് ഈ ഡേറ്റ് ഓഫ് ബർത്തിനനുസരിച്ചിട്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഒരാളുടെ ഭാവി, അത് ഇപ്പൊ ജനിച്ച വർഷവും ഡേറ്റും മാസവും എല്ലാം വെച്ചിട്ട് ഒരാളുടെ ഭാവി, അതായത് അയാൾ എന്തായി തീരും, വഴി കൂടെ ഒക്കെ പോകണം എന്നൊക്കെ എല്ലാ കാര്യങ്ങളും അതിലുണ്ട്. പക്ഷെ എന്നാലും ഇതിനെ ഒരു ഭാവിനെ നമുക്ക് നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഒരാളുടെ പേഴ്സണാലിറ്റി, അതായത് ജനിച്ച ദിവസമാണെന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചു. അപ്പോൾ ടോട്ടൽ അവരുടെ ലൈഫ് പാത്ത് നമ്പറാണെന്ന് പറഞ്ഞു. ലൈഫ് പാത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയുന്നത് പോലെ തന്നെയാണ് ലൈഫ് പാത്ത്, അതായത് അവരുടെ ജീവിതഗതി എന്ന് വേണമെങ്കിൽ നമുക്ക് പിന്നെ പറയാം. ജീവിതഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എത്തിച്ചേരേണ്ട ഒരു സ്ഥലമാണ്. അപ്പോൾ എത്തിച്ചേരേണ്ട സ്ഥലം ഒരു എനർജിയാണ്. അത് ഒരു ടോട്ടൽ ചെയ്യുമ്പോൾ 2ൻ്റെ എനർജിയാണെന്ന് കരുതുക. അപ്പോൾ 2 വരുമ്പോൾ കലാമൂല്യമുള്ളവരും പിന്നെ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയും അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് അവർക്ക് ഏറ്റവും ടോപ്പിൽ എത്തേണ്ടത്. പക്ഷേ പേഴ്സണാലിറ്റി അതിനനുസരിച്ചിട്ടായിരിക്കില്ല എന്ന് വരും. 9-ാം തീയതി ജനിച്ച ആളാണെന്ന് കരുതുക. അപ്പോൾ ഇത് 2 യോജിക്കില്ല, ഈ 9ഉം 2ഉം യോജിക്കില്ല. അപ്പോൾ എന്തായി, നമുക്ക് അവരുടെ ഭാവിയിൽ സ്ട്രഗിളിങ് വരും എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റും. അതായത് പേഴ്സണാലിറ്റി 9 വന്നു, ലൈഫ് പാത്ത് നമ്പർ 2 വന്നു. അപ്പോൾ അവരുടെ ജീവിതഗതി 1, പേഴ്സണാലിറ്റി 1, അവരെത്തിച്ചേരേണ്ട ഒരു സ്ഥലം അവരുടെ അത് വേറെയാണ്. അത് ഈ പേഴ്സണാലിറ്റി വെച്ച് കഴിഞ്ഞാൽ അവിടെ എത്തൂ എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഒരു ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ. ഇനി ഓക്കെ, ഈ ജനിച്ച സമയം എല്ലാവർക്കും നിർണ്ണയിക്കാൻ വേണ്ടി, അല്ല ഈ ജനിച്ച സമയം അല്ലെങ്കിൽ അവരുടെ ഭാവിയോ വേറെ ഒന്നുകൊണ്ടും നമുക്ക് മാറ്റാൻ പറ്റില്ല. ഡേറ്റ് ഓഫ് ബർത്ത് അല്ലേ, അത് വന്നു. ഈ ജ്യോതിഷത്തിലാണെങ്കിൽ അത് ജനിച്ചപ്പോൾ തന്നെ നമുക്ക് ആ ഒരു പെട്ടി കിട്ടി, അതായത് ഗ്രഹനിലയുടെ സംഭവം, അതിന് മാറ്റമില്ല. പക്ഷെ നമുക്ക് മാറ്റം വരുത്താൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കൃത്യമായിട്ടുള്ള പേര് എന്നുള്ളത്. അപ്പോൾ ഒരു പിന്നെ
ഈ പേഴ്സണാലിറ്റി ഞാനിപ്പോൾ ആദ്യം പറഞ്ഞ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ 9 എന്ന പേഴ്സണാലിറ്റിയിൽ ലൈഫ് പാത്ത് 2 വന്നു. അപ്പോൾ ഇതിനെ രണ്ടിനെയും യോജിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മികച്ച പേര് ആണ് പിന്നെ അവർക്ക് മികച്ചതാക്കാൻ നമ്മൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്. അതൊന്നും അറിയാതെ അറിയാതെ ഒരു പേരിട്ടു എന്ന് കരുതുക. അപ്പോൾ ആ പേരും അതിലും ദോഷമാണെങ്കിൽ എന്താവും, നമുക്ക് അവർ ഓരോരോ കാലഘട്ടം തിരിച്ചിട്ട് പറയാൻ പറ്റും, ഇന്ന സമയത്ത് ഇന്ന ദോഷം ഉണ്ടാവും, ഇന്ന സമയത്ത് ഇന്ന ദോഷം മാത്രമേ പറയാനുണ്ടാവുള്ളൂ. കാരണം എത്തിച്ചേരേണ്ട സ്ഥലത്ത് ഓൾറെഡി ഇവരുടെ പേഴ്സണാലിറ്റി ഇതും മാറ്റമാണ്. പിന്നെ പേര് അതിനെ സപ്പോർട്ട് ചെയ്യാത്തതും കൂടി ആകുമ്പോൾ ഒരുപാട് കഷ്ടതയിലൂടെ പോകും. അല്ലെങ്കിൽ നല്ലൊരു പേരാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഗുണങ്ങൾ ഇവർക്ക് ഉണ്ടാകും. പേഴ്സണാലിറ്റിയുടെ കാര്യം പറഞ്ഞു സാർ. അപ്പോൾ ഈ നമ്പർ ഇത് കാൽക്കുലേഷനിലൂടെ നമുക്ക് ഒരാളുടെ പേഴ്സണാലിറ്റി, ഉദാഹരണത്തിന് അയാൾ ദേഷ്യക്കാരനായിരിക്കുമോ, അല്ലെങ്കിൽ അങ്ങനെ ദേഷ്യക്കാരനോ എടുത്തുചാട്ടക്കാരനോ ഒക്കെ ആയിട്ടുള്ള ഒരാൾ അയാൾ എന്ത് ചെയ്യണം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റില്ലേ? തീർച്ചയായും. ഇപ്പം അദ്ദേഹത്തിൻ്റെ ലൈഫ് പാത്ത് എത്തിച്ചേരേണ്ട സ്ഥലം നമ്മൾ ആദ്യം തന്നെ കണ്ടുപിടിച്ചു. പക്ഷേ ഈ പേഴ്സണാലിറ്റിയിൽ എന്ത് മാറ്റം വരുത്തണം, അതിനനുസരിച്ചിട്ടുള്ള മാറ്റം വരുത്തിക്കൊണ്ട് അദ്ദേഹത്തിന് മുന്നേറാം. അത് പിന്നെ ഒരു ന്യൂമറോളജിസ്റ്റ് എന്ന നിലയിൽ ഇന്നതൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ഉപദേശം കൊടുക്കാം. പിന്നെ എന്തായാലും അവരുടെ ഒറിജിനൽ സ്വഭാവം പുറത്തേക്ക് വരും എത്ര കണ്ട് പരിശീലിക്കുമ്പോഴും. അപ്പോൾ അവരെന്താ കൃത്യമായിട്ടുള്ള ഒരു പേര് വെച്ചുകൊണ്ട് പോവുക എന്നുള്ളത് തന്നെയാണ് അതിന് പരിഹാരമായിട്ട് പറയുന്നത്. പിന്നെ രത്നക്കല്ലുകൾ ധരിക്കാം, രത്നങ്ങൾ. അപ്പോൾ അതിനനുസരിച്ച് അവരെ ആ ഒന്ന് ഫ്ലെക്സിബിൾ ചെയ്യുന്ന രീതിയിലുള്ള, അപ്പോൾ അതുകൊണ്ടും അവർക്ക് അതൊരു മികച്ചതാക്കിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും ഇതാണ്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് അനുകൂലമാക്കി വെക്കുക. പ്രധാനമായിട്ടും പറഞ്ഞത് പേര്, പിന്നെ രണ്ടാം സ്റ്റോൺ പറഞ്ഞു. പിന്നെയുള്ള കാര്യം നമ്മൾ എവിടെ പോകുന്നോ നമ്മൾക്ക് കാര്യങ്ങളെ അനുകൂലമാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണം, നമ്മളൊരു കാറ് വാങ്ങുന്നു. കാറ് ന്യൂമറോളജി പ്രകാരം ഒരു ലക്കിയസ്റ്റ് ആയിട്ടുള്ള നമ്പർ എടുക്കുക. ഇന്ന് ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്നത് മൊബൈൽ നമ്പറാണ്. ഒരാളുടെ ലൈഫിൽ ഒരാളെ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് അത് അവർക്ക് അനുസരിച്ചിട്ടുള്ളത് ആക്കി വെക്കുക. അപ്പോൾ അത് അവർക്ക് ഫ്ലെക്സിബിൾ ആവും. ഇനി അതല്ല, നിങ്ങളൊരു ഫ്ലാറ്റ് വാങ്ങുകയാണ്. ഫ്ലാറ്റ് വാങ്ങുമ്പോൾ നിങ്ങൾക്കനുസരിച്ചിട്ടുള്ള അനുകൂലമായിട്ടുള്ള സംഖ്യ വെച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഇത് ഓൾറെഡി നമ്മുടെ വിദേശത്തൊക്കെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയാണെന്ന് തോന്നുന്നു ഈ ബെസ്റ്റ് ആയിട്ടുള്ള നമ്പറിന് വേണ്ടിയിട്ടൊക്കെ അവർ ചെലവഴിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആണ് ആൾക്കാർ പോകുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ കാര്യത്തിനെയും അനുകൂലമാക്കി വെക്കുക. ഈവൻ നമ്മൾ ദിവസങ്ങൾ, നമുക്ക് അനുകൂലമായിട്ടുള്ള ദിവസങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പിന്നെ ഇപ്പം എല്ലാ കാര്യത്തിനും നമുക്ക് ഒരു ദിവസം കണക്കാക്കാൻ പറ്റില്ല. പക്ഷേ നമ്മൾക്ക് ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ആ ദിവസത്തിനെ എടുക്കുക. പിന്നെ അതുപോലെ വിവാഹം കഴിയുന്ന, ഇപ്പം ഒരാളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള അവരുടെ ജീവിതഗതിയെ നിർണ്ണയിക്കാൻ പറ്റുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ലൈഫ് പാർട്ണർ എന്നുള്ളത്. അല്ലെങ്കിൽ ചിലപ്പോൾ തെറ്റായിട്ടുള്ള ഒരാളെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ലൈഫ് തന്നെ ടേൺ ആയിട്ട് മാറിപ്പോകാം, അവർ ഉദ്ദേശിക്കുന്ന രീതിയിലൊക്കെ പോകണമെന്നില്ല. അപ്പോൾ അതൊക്കെ ന്യൂമറോളജി ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. അല്ലാതെ പ്രണയിക്കുകയൊക്കെ ചെയ്യുന്നവർക്ക് പിന്നെ അത് നമുക്ക് പറയാനില്ല. അത് അവരുടെ സ്നേഹത്തിൻ്റെ വാല്യൂ, ചോയ്സ്, സ്നേഹത്തിൻ്റെ വാല്യൂ ഒന്നും നമുക്ക് വേറെ ഒന്നും ഇട്ടിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്കൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ന്യൂമറോളജി നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് അനുകൂലമാക്കി വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പറയാനുള്ളത്. നന്ദി സർ. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.